ആ കൊച്ച് കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്. ഇവൻ്റെ കാല് പിടിച്ചിട്ടുണ്ട്. അവളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, ഫോൺ ഓപ്പൺ ചെയ്യണം, അവളെ ബ്ലോക്ക് മാറ്റണം, ചായ കൊണ്ടുവരാനും ചോറ് തിന്നാൻ വിളിക്കാനും വെള്ളം നിറച്ചു റൂമിൽ ചെല്ലാനും എന്നെ അനുവദിക്കുമോ, തുണിയൊക്കെ ഞാൻ മടക്കി വെച്ച് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഭാര്യ ഭർത്താവിനോട് യാചിക്കുന്ന കാഴ്ചയാണ്. കണ്ടോ, ഇത് വെറുതെ പറയുന്നില്ല. ആ പെൺകുട്ടി രാത്രിക്ക് രാമായണം മെയിൽ അയച്ചതാണ് ഭർത്താവിന്. ഇവളെ മെൻ്റലി ടോർച്ചർ ചെയ്ത് ഇവളെ കൊണ്ട് ഡൈവേഴ്സ് നോട്ടീസ് കൊടുപ്പിക്കുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവളതിന് വില്ലിങ് അല്ല. 25 ദിവസം അവർ ഒരുമിച്ച് റൂമിൽ താമസിച്ച 25 ദിവസമേ ഉള്ളൂ. അല്ലാത്ത ദിവസങ്ങളെല്ലാം അവൾ ആ വീട്ടിലുണ്ട്. സെപ്പറേറ്റ് റൂമിലാണ് കിടക്കുന്നത്. 2 റൂമിൽ സെപ്പറേറ്റ് റൂമിൽ 200 പവനും ഹോണ്ട സിറ്റിയും ഇട്ട് മൂടാനുള്ള സമ്പത്തും കൊടുത്താണ് ഗ്രീമ എന്ന് പറയുന്ന സുന്ദരിക്കുട്ടിയെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരുത്തിന് കെട്ടിച്ചു കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ 5 വർഷം മാത്രമേ ആ ദാമ്പത്യം നീണ്ടുള്ളൂ. 5 വർഷത്തിനിടയ്ക്ക് ആ പെൺകുട്ടി സഹിക്കുന്നതിനപ്പുറം സഹിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഇപ്പോൾ ആളൊഴിഞ്ഞു കിടക്കുകയാണ്. ഒരു മനുഷ്യൻ പോലും ഇല്ല. അച്ഛൻ മരിച്ചു, അമ്മയും മകളും കൂടി ആത്മഹത്യ ചെയ്തു. സൈനഡ് കഴിച്ചാൽ മരിച്ചിരിക്കുന്നത്. എല്ലാം ഒരാൾ കാരണം, ഗ്രീമയുടെ ഭർത്താവ് കാരണം, ഉണ്ണികൃഷ്ണൻ കാരണം. ശരിക്കും പറഞ്ഞാൽ നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ് ഈ വീടിനുള്ളിലെല്ലാം. ഹോണ്ട സിറ്റി കൊടുത്ത് ഒരു മകളെ കെട്ടിച്ചു, അല്ല 200 പവൻ കൊടുത്ത് കെട്ടിച്ചു, സന്തോഷമായിട്ട് ജീവിക്കുന്നതൊക്കെ ആയിരിക്കും ഒരു അച്ഛനും അമ്മയും വിചാരിക്കുന്നത്. പക്ഷേ അവൾ ഒരു ദിവസം പോലും സന്തോഷമായിട്ട് ജീവിച്ചില്ല. വെറും 25 ദിവസം മാത്രമാണ് ഭർത്താവിനോടൊപ്പം ഒരു റൂമിൽ കിടന്നത് 5 വർഷത്തിനുള്ളിൽ. ബാക്കിയെല്ലാം 2 റൂമിലാണ്. ഭർത്താവ് ഒരു മുറിയിൽ, ഭാര്യ ഒരു മുറിയിൽ. ഇതിനിടയ്ക്ക് ഭാര്യ ഇവിടെ ആക്കിയിട്ട് അയാൾ അയർലൻഡിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ഒരുപാട് കാഴ്ചകൾ ഈ വീട്ടിൽ നമ്മളോടൊപ്പം കാത്തിരിക്കുന്നുണ്ട്. ഗ്രീമയുടെ അമ്മയുടെ സഹോദരൻ സജീവേട്ടനാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. അത് ഇപ്പം ഇവനെ പിടിച്ചകത്തിടാനും എല്ലാത്തിനും ഓടാൻ ഒരേ ഒരാൾ ഈ അമ്മാവൻ മാത്രമാണ്, ഗ്രീമയുടെ അമ്മാവൻ മാത്രമാണ്. നമുക്ക് ആ അവളുടെ റൂമിലോട്ട് പോവാം. എവിടെയാണ് ചേട്ടാ മരിച്ചു കിടക്കുന്നത്? എവിടെയാണ്? ഈ ചേരിൽ ഇവിടെയാണല്ലേ നിങ്ങൾ വരുന്നത് കാണുന്ന കാഴ്ച? ഇവിടെ കിടക്കുന്ന 2 പേരും ഇങ്ങനെ ചാരി കെട്ടിപ്പിടിച്ചിരിക്കും. അതാരാ അറിയുന്ന ആരായിരുന്നു ആദ്യം? ഇവിടെ എൻ്റെ ഒരു അളിയനും എൻ്റെ ഒരു ഫ്രണ്ടും അവിടെ വന്നത്. അവരാണ് ആദ്യം വന്നത്. ഇതാണ് അച്ഛൻ അതല്ലേ? അച്ഛൻ ഇതാണ്. ഇത്രയും വലിയ വീട്ടിലെ ഒരേ ഒരു മകള്, അമ്മ ഗ്രീമ, അമ്മ. ഇതാണ് അച്ഛൻ. 2 മാസം മുമ്പാണ് അച്ഛൻ മരിക്കുന്നത്. ഇത് ഗ്രീമയുടെ വീണയല്ലേ? ഇതൊക്കെ നന്നായിട്ട് വായിക്കും അല്ലേ? വീണയൊക്കെ വായിക്കും. പ്രിയപ്പെട്ട ഒരു കലാകാരി കൂടിയാണ്. അത്രയും നല്ല മിടുക്കിയായിരുന്നു. എല്ലാം കൊണ്ടും എന്താ പറയുന്നത്, ഒരു ജീനിയസ് ആയിരുന്നു ആ പെൺകുട്ടി. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയിട്ട് അതിനെ ജീവിക്കാൻ സമ്മതിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഇതൊക്കെ ഈ വീണയൊക്കെ വായിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അമ്മാവൻ കണ്ടിട്ടുണ്ടോ? പിന്നെ അവൾ പഠിക്കാൻ പോലും അവർ ആദ്യം നമ്മളെ ഓമനക്കുട്ടി ടീച്ചറിൻ്റെ ഇവിടെയൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നത്. പിന്നീട് കരമന ഏതൊരു സ്ഥലത്തായി. എവിടെ ഗ്രീമയുടെ റൂം ഏതാ? അവളുടെ റൂം ഇതാണ്. ഇവിടെയാണല്ലേ? ഇവിടെ റൂമുണ്ട്. ഇത് അവളുടെ ഹോബി എന്ന് ചെയ്താൽ അതായത് ഇതിനകത്ത അവൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതിനകത്ത മുത്തുമാലകളും ഇങ്ങനെയുള്ള സാധനങ്ങളും അവള് ഇതൊക്കെയാണ്. ഇതിങ്ങനെ സെറ്റ് മാല ഓരോന്നിങ്ങനെ വാങ്ങിച്ച് അവൾ കൂടുതൽ യൂസ് ചെയ്യണം. നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അവള് സ്വർണ്ണം ഇട്ട് ഉപയോഗിക്കണ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ട്? ഒന്നുമില്ല. ഒരു ചെറിയൊരു കല്യാണ മോതിരമാണ് ആ പടം അവളെ കയ്യിലുള്ള ആർപ്പാടം. കല്യാണ മോതിരമുണ്ട്, കാലിലൊരു കൊലുസും. ഇത് കണ്ടോ, ഇതാണ് ഗ്രീമയുടെ ആകപ്പാടെയുള്ള ഒരു ആർപ്പാടം എന്ന് പറയുന്നത്. ചിന്തിക്കുക, വന്ന കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? സ്വർണത്തിന് ഇഷ്ടമുള്ള സ്വർണ്ണം ഉണ്ടായിട്ട് പോലും ഗ്രീമയുടെ ജീവിതം ഇങ്ങനെയാണ്. ഈ ചെറിയൊരു ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും വലിയ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ സിമ്പിളായിട്ട്. അവള് വേറെ അങ്ങനെ ഒരു ആർപ്പാടവും ഇല്ല അവർക്ക് അങ്ങനെ ഒരു ആർപ്പാടം കാണിക്കുന്ന രീതിയല്ല അവർക്ക്. പക്ഷെ ഒരിടത്ത് മാത്രം പാളിപ്പോ അവളുടെ ജീവിതത്തിൽ പങ്കാളിയിലുള്ള വിശ്വാസം കൂടിപ്പോയി. അത് മാത്രമാണ് ഇപ്പോൾ അവർക്കുള്ള ഏക ഡീമെരിറ്റായിട്ട് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് ചെറിയൊരു പങ്കുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ഫാമിലി നമുക്കിപ്പോൾ ഒരാളിനെ മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ കണ്ടുള്ള പരിചയം അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അകന്ന് ചൂണ് നോക്കാൻ പറ്റത്തില്ല. നേരിട്ട് കണ്ടായിരുന്നോ? കണ്ടിട്ടില്ല. കാണണ്ട. നമുക്ക് എന്തിനാ അവനെ കാണുന്നത്? നമ്മുടെ കുടുംബം തൊലച്ചിട്ട് പോയാൽ നമ്മളെന്തിനാ കാണുന്നത്? ആ കൊച്ച് കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്. ഇവൻ്റെ കാല് പിടിച്ചിട്ടുണ്ട്. അവളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, ഫോൺ ഓപ്പൺ ചെയ്യണം, അവളെ ബ്ലോക്ക് മാറ്റണം, അവൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുവരെ പറഞ്ഞു. ഉണ്ട്. 100 കണക്കിന് മെസ്സേജ് ഉണ്ട്. 100 കണക്കിന്, 1ഉം 2ഉം അല്ല, 100 കണക്കിന് മെസ്സേജ്. കാഴ്ചയില്ലേ അവന് ശരിക്കും പറയാം എന്ത് രൂപ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോഴേ. അതെ, എന്ത് രൂപ അത് തന്നെ. നമ്മളൊരാളെ ബോഡി ഷേമിങ്ങിലല്ല പറയുന്നത്. അതെ, കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അതൊന്നും അവൾക്ക് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇവളിങ്ങനെ ആദ്യം കമൻറ്റ് വന്നപ്പോഴത്തേന്നെ പറഞ്ഞ് നമുക്ക് സൈബർ സെല്ലിൽ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞത് ആ മെസ്സേജ് പോലും എൻ്റെ കൈവശമുണ്ട്. അപ്പം ഇതൊന്നും അല്ല പ്രശ്നം. നല്ലൊരു മനസ്സിനുടമയാണെന്ന് നിങ്ങളും വിചാരിച്ചു അല്ലേ? ഉണ്ണികൃഷ്ണനാണെന്ന് വിചാരിച്ചു. ഉണ്ണികൃഷ്ണനാണ് എന്ന് വിചാരിച്ചു. ഉണ്ണികൃഷ്ണൻ
കള്ള ഉണ്ണികൃഷ്ണനാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ ഇതിനകത്തൊക്കെ പുള്ളിക്കാരൻ നല്ല സന്തോഷത്തിൽ നിൽക്കുമല്ലേ ഒരു കുഴപ്പമില്ലെന്നേ. അവള് പ്രതീക്ഷ ഇനി നല്ല ജീവിതം കിട്ടും, എന്നെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ചിരിയാണ് എല്ലാത്തിലും. കണ്ട കാഴ്ചയിൽ വലിയ കുഴപ്പമില്ലാതെ പോയി, പക്ഷെ ഉള്ളിലുള്ളത് ഒരു മൃഗമാണെന്ന് ഈ പെൺകുട്ടി അറിഞ്ഞില്ല. കണ്ടോ ആ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, അത്രത്തോളം അയാളുടെ മുഖത്തൊരു ചിരി പോലും ഇല്ല. ഈ പെൺകുട്ടിയുടെ മുഖത്തൊരു പുഞ്ചിരിയാണ്, ഒരു വലിയ പ്രതീക്ഷ. എനിക്ക് നല്ലൊരു എന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഭർത്താവിനെ കൈ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണ്. ആർപ്പാടത്ത് തീരെ താല്പര്യം, ആർപ്പാടത്തിനൊന്നും ഒരു താല്പര്യമില്ല. അവളൊരു കരിമണിമാല, ചേച്ചി പോലും ഒരു കരിമണിമാല ഇട്ടാണ് നടക്കുന്നത്. അവൾ ഒരു കല്ല് വെച്ച മാലകളും അങ്ങനെ ഉള്ള മാലകളും മാത്രമൊക്കെയാണ് അവൾ ഉപയോഗിക്കണം. അല്ലാതെ അവൾക്ക് അതിലോടൊന്നും വലിയ താല്പര്യമുള്ള ഇതൊന്നുമില്ല. ഇപ്പം നമ്മളുടെ പെണ്ണിയുടെ വന്നതാണ് അവിടെ, ഇതാണ് അവളുടെ ഇത്രേ ഉള്ളൂ, ചെറിയൊരു അവൾ ഇത്ര ഒരു മുത്തുമാലയൊക്കെ ഇട്ട് അങ്ങനെ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അല്ലാതെ അവൾക്ക് ഫുൾ ഇതൊന്നും ഇടത്തില്ല. ഇത്രയും ഒരു സിമ്പിളായിരുന്നു ആളല്ലേ? ആ സിമ്പിൾ. അവൾ കാതിൽ നോക്കിയാണ് അവൾ എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടോ നോക്ക്, നിങ്ങൾ നോക്ക് നോക്ക്. അവൾ ഒരു ആഭരണവും അവൾ ഒരു അമിതമായിട്ടുള്ള ഒരു കയ്യിൽ പോലും കാണില്ല. ചേച്ചി പറയും ഏതെങ്കിലും ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഇവിടെ വന്ന് വിഷമം പറയണമെങ്കിൽ കൈ കിടക്കണ കൊച്ചു മോതിരൊക്കെ എടുത്ത് കൊടുക്കും, കൊണ്ട് പോട്ടെന്ന് പറയുന്നത്. അമ്മ നമുക്ക് എന്തിനെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ നമ്മളൊക്കെ കാണുമ്പോഴത്തേക്ക് വണ്ടിയിലൊക്കെ ഇരുന്ന് നമ്മൾ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ അവൾ ആ ടാറ്റ കാണിക്കുന്നത് തന്നെ നമുക്ക്. പിന്നെ എങ്ങനെ ഈ ആലോചന വരുന്നത് എങ്ങനെയാ ചേട്ടാ? ആലോചന വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളാണ് ചുറ്റുമുള്ളത്. ഉണ്ണികൃഷ്ണൻ്റെ ഒരു അപ്പച്ചിയുടെ മകൻ ഉൾപ്പെടെ എൻ്റെ സുഹൃത്താണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ്. അവരുടെ വീട്ടിൻ്റെ രണ്ട് സൈഡും ഉള്ള ആൾക്കാരെല്ലാം നമ്മൾ പരിചയമാണ്. അങ്ങനെ ആ ഒരു പരിചയത്തിലാണ് ഈ ഒരു ഇത് വരുന്നത്. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഉണ്ണികൃഷ്ണനെ അല്ലേ വ്യക്തി? അവൾക്ക് മോൾക്ക് ചോദിച്ചു, മകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കുഴപ്പമൊന്നുമില്ല. അവൾ ഹാപ്പി ആയിരുന്നു. കാണുമ്പോഴൊക്കെ നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അവളെപ്പോഴും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അവളെപ്പോഴും ചിരിക്കുക. അവൾ വിഷമങ്ങളൊന്നും അവൾ വെളിയിൽ പറയത്തില്ല. അവൾ നല്ല ഹാപ്പി ആയിട്ട് എല്ലായിടത്തും പെരുമാറി. ഇപ്പോൾ മരിക്കുന്ന തലേന്ന് ഞാനിവിടെ വന്ന് സംസാരിച്ചു. പറഞ്ഞു എൻ്റെ അടുത്ത് ആ വീട്ടിൽ വെച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, എന്നെയും എൻ്റെ അമ്മയും ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. എന്നിട്ട് നമുക്ക് സ്ത്രീധനത്തിന്റെ കാര്യം പറയാം. 200 പവൻ കൊടുത്തു, അതുകൂടാതെ തന്നെ 200 പവനെന്ന് ഇപ്പം അവൾ പറയുന്നതാണ്. പക്ഷെ നമ്മൾ അതിൽ കൂടുതൽ അവൾക്ക് ഉണ്ട്. എന്തൊക്കെ കൊടുത്തേന്ന് ഓറലായിട്ട് പറഞ്ഞു. അല്ല, അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൊടുത്ത സ്വർണ്ണമായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 200 പവൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ സ്വത്തുക്കൾ അത്ര അവളല്ലോ, ഒരു മകളല്ലേ ഉള്ളൂ. ഇതിൽ പിന്നെ വേറെ ഒന്നും പറയേണ്ട കാര്യം. നിങ്ങൾ മനസ്സുകൊണ്ട് കൊടുത്തതാണോ? ഒരു മനസ്സുകൊണ്ട് കൊടുത്തതാണ്. പിന്നീട് ഈ 200 അല്ല അതിൽ കൂടുതൽ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ അറിവ്. എന്ന് വെച്ചാൽ ഇപ്പം ദേഹത്ത് കാണുമ്പോൾ ഫോട്ടോ കാണാൻ പറയല്ല. അവൾ സ്വർണ്ണത്തിനോട് അമിതമായിട്ടുള്ള ആർത്തിയുള്ളൊരു കുട്ടിയൊന്നുമല്ല. അവൾ ആ കല്യാണത്തിന് അവൾ ഇട്ടു. ഇവൾ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഇവളെ അവൻ മാനസികമായിട്ട് ഇവൻ പീഡിപ്പിക്കുകയാണ്. മാനസികമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. ഇവക്ക് അതിന് ഉപരി ഇവനുമായിട്ട് അധികമായിട്ടുള്ള സ്നേഹമാണ്. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം, അമിതമായിട്ടുള്ള സ്നേഹം. ഇവനൊരു അധ്യാപകനാണ്. അപ്പോൾ ആ ഒരു ടീച്ചിങ് സ്കില്ല് വെച്ച് ഇവളെ എന്തോ അവൻ ഒരു എന്നാൽ ഇവളെ വേണമെന്നോ വേണ്ടെന്നോ അവൻ പറയുന്നില്ല. ഇപ്പം ഇവളെ കൊണ്ട് ഇവളെ മെൻ്റലി ടോർച്ചർ ചെയ്ത് ഇവളെ കൊണ്ട് ഡൈവേഴ്സ് നോട്ടീസ് കൊടുപ്പിക്കുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവളതിന് വില്ലിങ് അല്ല. അല്ല, ഇത്രയും നല്ലൊരു പെണ്ണ്, എല്ലാ സൗഭാഗ്യമുള്ള ഈ പെൺകുട്ടി എന്തുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്നില്ല? അതാണ് ഇപ്പം ഒരുപാട് ചോദ്യത്തിനോട് അതാണ് നമുക്ക് അറിയാത്തത്. അപ്പം ഇവളുടെ ഒരു പഴയ ഒരു ചാറ്റിൽ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഈ കുടുംബക്കാർക്ക് ഇവർ തമ്മിൽ യോജിച്ച് പോകാൻ പറ്റത്തില്ല എപ്പോഴാണ് തോന്നിയപ്പോഴായിരുന്നു? നിങ്ങൾ അറിയുന്നുണ്ട് ഇതൊക്കെ? കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ തന്നെ ഇവൻ ഓരോ നിസ്സാര കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണി വാങ്ങിച്ചു. ആ തുണിക്ക് വില ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞില്ല. അവളുടെ അച്ഛനും അമ്മയും വാങ്ങിച്ചു കൊടുത്ത അവൻ്റെ സഹോദരൻ്റെ കല്യാണത്തിന് വാങ്ങിച്ച സാരിയുടെ കണക്ക് പറഞ്ഞു. സാരിയുടെ വില സാരി വാങ്ങിച്ചു കൊടുത്ത അവളുടെ അച്ഛനും അമ്മയാണ്. ആ സാരിയുടെ വില കൂടി അത് അവൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യത്തിൽ ഇവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു എക്സാമിൽ ഒരു വിഷയം അവൾ തോറ്റായിരുന്നു. അത് അവൾ എംടെക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് അവനെ അറിയിച്ചില്ല. ഇത് അറിയിച്ചതും അവളാണ്. ഞാനിങ്ങനെ ഒരു സപ്ലി ഉണ്ട്, അത് നീ നേരത്തെ പറയാത്തതെന്ന്. ഇതൊക്കെ ഒരു കാരണം ഉണ്ടാക്കുക. ഇവൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഇവൻ അതിലോട്ട് പിടിച്ച് അവൻ്റെ സൈഡ് ക്ലിയർ ചെയ്യുക. എന്നിട്ട് നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവളൊരു പ്രശ്നക്കാരിയാണെന്ന് കുടുംബക്കാരുടെ മുമ്പ് ചിത്രീകരിക്കാം. അതിലവൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടപ്പോഴത്തേക്കാണ് ഇവരുടെ വീട്ടുകാർ തന്നെ, അവൻ്റെ ബന്ധുക്കൾ, അവൻ്റെ കസിൻസും ബാക്കി ബന്ധുക്കളും എല്ലാം കൂടി ചേർന്നാണ് കൂട്ടായിട്ടാണ് ഇവരെ രണ്ടുപേരും കൗൺസിലിങ്ങിന് പറഞ്ഞിട്ട് കൗൺസിലർ നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അവർക്ക് സംശയം. അങ്ങനെ അവർ രണ്ട് വീട്ടുകാരെയും വിളിപ്പിച്ച്, എൻ്റെ ചേച്ചിയെയും ഹസ്ബൻഡിനെയും വിളിപ്പിച്ച് അവൻ്റെ അമ്മയെയും വിളിപ്പിച്ച്
അപ്പോൾ അതും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാന കൗൺസിലർ പറഞ്ഞ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്താണ് ഒരു പ്രശ്നം നോക്കുമ്പോൾ ചെറുക്കൻ പെർഫെക്റ്റ്, അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവും. അപ്പം ഇവിടെ 25 ദിവസം മാത്രമേ ഇവർ ഒരുമിച്ച് താമസമുള്ള സത്യമാണ്. 25 ദിവസം അവർ ഒരുമിച്ച് റൂമിൽ താമസിച്ച് 25 ദിവസമേ ഉള്ളൂ. അല്ലാത്ത ദിവസങ്ങളെല്ലാം അവൾ ആ വീട്ടിലുണ്ട്. സെപ്പറേറ്റ് റൂമിലാണ് കിടക്കുന്നത്. സെപ്പറേറ്റ് റൂമിൽ ഫുൾ ഡിജിറ്റൽ തെളിവ് എൻ്റെ കൈവശമുണ്ട്. ഭാര്യയും ഭർത്താവായിട്ട് 2 റൂമിൽ കിടക്കുക. 2 റൂമിലാണ് അവൾ മാസങ്ങളോളം ആ വീട്ടിൽ കിടന്നത്. അതിൻ്റെ ഫുൾ ഡിജിറ്റൽ തെളിവ് എൻ്റെ കൈവശമുണ്ട്. അന്നേരമൊക്കെ ഈ പെൺകുട്ടി ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അമ്മയോട് പറയുന്നുണ്ട്, അവരെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെന്ത് ഈ അപ്പം അവർക്കറിയാം, ആ വീട്ടുകാർക്കറിയാം. അതിന്റെ തെളിവ് നമ്മളെ കൈവശമുണ്ട്. അതെന്താ അങ്ങനെ മാറി കിടക്കുള്ളൂ അറിയത്തില്ല. ഒരു സ്ത്രീയെ അറിയത്തില്ല, പറ്റുന്നില്ല. അവൻ്റെ അടുത്ത് ഇരുന്ന് ആഹാരം കഴിക്കാൻ പോലും അവളെ സമ്മതിക്കത്തില്ല. അവൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ താമസിച്ചിട്ടാണ് അവൾ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഉള്ള ആളെടുത്ത് ചോദിച്ചാൽ മതി. ഇപ്പം ഗേ, ഇനി പച്ച വെള്ളം ഇപ്പം ഗേ ആണെന്നൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഒരു ആണുമായിട്ട് ജീവിക്കുന്ന ഇവൻ ആൺ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്ന ഒരാളാണെന്നാണ് നമ്മൾ തെളിവെല്ലാം കിട്ടി. നമുക്ക് അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട്. അതിനുള്ള സൈറ്റുകളെല്ലാം പോലീസ് വീണ്ടെടുത്തല്ലോ അല്ലേ? അങ്ങനെ പോലീസ് കണ്ടെടുത്താണ് അവർ. പോലീസ് എടുത്ത് അവർ നോക്കുമല്ലോ. അവർ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവർ നോക്കിയെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ആണുങ്ങളോടൊപ്പം ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വൈകൃതമുള്ള ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ. ആയിരിക്കാം, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പോലീസ് കണ്ടെത്തിയെന്നാണ് പോലീസും പറയുന്നത്. അതെ, അപ്പം അതുകൊണ്ടാണ് ഈ ഗ്രീമിയായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തത്. അതെ, അതായിരിക്കണം. അല്ലാതെ ഇവന് വേറെ പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഈ ഗ്രീം എപ്പോഴെങ്കിലും ഈ ഒരു ഭർത്താവിന്റെ വൈകല്യം ആരോടെങ്കിലും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അവളെല്ലാം ഒതുക്കി ഇതെല്ലാം ശരിയാകും എന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്നുള്ള രീതിയിൽ 5 വർഷമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരുന്നു അത് 5 വർഷമായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇവൻ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും അറിയിക്കും. രാവിലെ വരും, ഉച്ചയ്ക്ക് അവൻ്റെ കൂടെ ആഹാരം കഴിക്കും, 3 മണിയാകുമ്പോൾ ചായ കുടിക്കും, 3 ആകുമ്പോൾ ഗിരിമ പൊയ്ക്കോളൂ എന്ന് പറയും, അവളിങ്ങി വരും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. മോളുടെ മൊബൈൽ ഇവൻ ബ്ലോക്ക് ചെയ്തേക്കാം. അല്ല, ഞാൻ 1 രൂപ പോലും അവന് ഈ ഇത്രയും വർഷത്തിനിടയിൽ 1 രൂപയുടെ സാധനം പോലും ഇവൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. 1 രൂപ ഇവന് ഇതൊക്കെ സാമ്പത്തികം കൊടുക്കണമെന്നല്ല പറയുന്നത്. എന്നാലും ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഒരു സിംഗിൾ പൈസ അവൻ അയച്ചിട്ട് കൊടുത്തിട്ടില്ല ഇവർക്ക്. ഈ ഉണ്ണികൃഷ്ണൻ്റെ സഹോദരൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ, അയാൾ പറയുന്നൊരു കാര്യം ഇതാണ്, ഇവർ തമ്മിൽ ഒന്നിക്കാനും ജീവിക്കാനും ഇവരുടെ അമ്മ സമ്മതിക്കുന്നില്ല. അവർക്ക് ഇനി അങ്ങനെയൊക്കെയല്ല പറയാൻ പറ്റുള്ളൂ. അടിസ്ഥാനമുണ്ട്. അമ്മ ഏതെങ്കിലും അമ്മ സമ്മതിക്കാതിരിക്കും. മകൾ ഒരു നല്ലൊരു കുടുംബജീവിതം, അവളുടെ പ്രൊഫൈൽ പിക്ചർ പോലെ ഒരു കൊച്ചു കുട്ടിയുടെ ചിത്രമുണ്ട്, ഒരു കൊച്ചു കുട്ടിയുടെ ചിത്രമുണ്ട്. അവൾ ആ ഒരു രീതിയിൽ അവളുടെ ഏറ്റവും വീക്ക്നെസ് ഈ ഉണ്ണിയായിരുന്നു, അമ്മയല്ല. അമ്മ ഏതെങ്കിലും അമ്മമാർ മക്കൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുമെന്ന് തോന്നണുണ്ടോ? അങ്ങനെ വേറെ ഒരു മോൾ അവർക്ക് വിളിക്കാനും സംസാരിക്കാനും ഒരു മകളല്ലേ ഉള്ളൂ. അപ്പോൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതിലിപ്പം നമുക്കല്ല അസ്വാഭാവികത ഒന്നും തോന്നിയിട്ടില്ലല്ലോ. ഈ 5 വർഷമായിട്ടേ ഈ ഒരു പരിഗണന കിട്ടുന്നില്ല, ഒരു എന്താ പറയുന്ന ഒരു വേലക്കാരി പോലുള്ള ജീവിതമായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഇവനെ ഉപേക്ഷിച്ച് വേണമെങ്കിൽ വേറെ ജീവിതത്തിലേക്ക് പോകുമായിരുന്നല്ലോ. അതുപോലെ പെൺകുട്ടി എന്താ മുതലാത്ത, അല്ല നിങ്ങൾ എന്താ മുൻകൈ എടുക്കാത്ത? നമ്മൾ അതിനെല്ലാം അവളെ 100% നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മാറിപ്പോകാൻ പറയുന്നു. പക്ഷെ അവൾ കേൾക്കത്തില്ല. അവൾ ഈ ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഒരു വ്യക്തി ഇതിൽ മാത്രമായിട്ട് അവളിങ്ങനെ ഒരു പ്രത്യേക അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ അഫെയർ ഇതായിരിക്കും, ഒരു ജീവിതം ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ ആയിരിക്കും എന്നവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. ഇവൻ എത്രത്തോളം ഇവളെ അവോയ്ഡ് ചെയ്യും അതിൻ്റെ ഇരട്ടിയായിട്ട് ഇവള് സ്നേഹം കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇത്രയും സമ്പന്നയായ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു? നിങ്ങളെപ്പോലെ അമ്മാവന്മാർ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അവരുടെ ഡിസിഷനാണ്. നമുക്കറിയത്തില്ല. ഇവരൊരു 3-4 വർഷമായിട്ടും പൂർണ്ണമായിട്ട് ഒരു ഡിപ്രഷൻ മോഡിലോട്ട് ആയിരിക്കുകയായിരുന്നു. അളിയനുണ്ടായിരുന്നപ്പോഴത്തേക്കും ഇവർ 3 പേരും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം അളിയൻ മരിച്ചതിന് ശേഷം ഇവർ നോർമലായിട്ടിരിക്കുകയായിരുന്നു, നല്ല ഹാപ്പിയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയായിരുന്നു ഇങ്ങനെയുള്ള അമ്മയും മകളും ഒരുമിച്ച് എടുക്കുന്ന തീരുമാനത്തെ പറ്റി? എന്തെങ്കിലും ഇല്ല, അങ്ങനെ സൂചന ഉണ്ട് നമുക്ക് അവർ തരത്തില്ല. എന്ത് പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമല്ല. ഞാൻ തലേന്ന് വന്നപ്പോഴത്തേക്ക് മരിക്കണേൻ്റെ തലേ ദിവസവും വന്നിരുന്നു. ഇവർ മരിക്കണേന് ഒരു 12:15 എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. ദിവസങ്ങളായിട്ട് തീരുമാനമായിരിക്കും, ആ ഒറ്റ മൊമെന്റ് എടുത്ത് തീരുമാനമായിരിക്കും, ആ മൊമെന്റിലായിരിക്കും. അവിടെ ഈ തലേ ദിവസം ഈ ഉണ്ണികൃഷ്ണൻ്റെ അപ്പച്ചി മരിച്ചതിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ വന്നായിരുന്നു. അന്ന് രാത്രി അവിടെ നടന്ന ഇൻസിഡൻറ്റിലാണ് ഇവരെ അപമാനിച്ച ഇവൻ ഇറക്കി വിട്ടത്.
അതാണ് ഇവരുടെ ജീവിതത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ ഇറക്കി വിട്ടു. ഇറക്കി വിട്ടു. അമ്മയും മകളെ ഇറക്കി വിട്ടു. അമ്മയും മകളെ ഇറക്കി വിട്ട് അവർ കരഞ്ഞുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതെന്താ ഇൻസിഡന്റ് എന്തായിരുന്നു? ഇൻസിഡന്റ് വെച്ചാൽ മേലെ ഇവിടെ കയറി പോകില്ലെന്നും പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ് അങ്ങനെ ഇറക്കി വിട്ട് ഇത് മേലെ ഇവിടെ വരരുത് എന്ന് പറഞ്ഞിട്ട് ഇവരെ എന്താ ബാക്കി എന്താ ഇങ്ങനെ എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാരണമായി. അതെ. അപ്പം മോൾക്ക് അർഹിച്ച ജീവിതം കിട്ടിയില്ല. അർഹിച്ച ജീവിതം കിട്ടിയില്ല. അതോടുകൂടി അവർ മെന്റലി കൂടുതൽ ഡിപ്രഷനിലോട്ടായി. ഈ ഉണ്ണികൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ അർഹിക്കുന്ന ശിക്ഷ കിട്ടും വിചാരിക്കുന്നു. തെളിവുള്ള നിലയിലുണ്ടോ? കിട്ടണം, പിന്നല്ലാതെ. ഇവനാണ് ഉത്തരവാദി. ഇവൻ ഒറ്റ ഒരാളാ ഉത്തരവാദി, വേറെ നമ്മൾ ആരെയും നമ്മളൊന്നും പറയുന്നില്ല. ഇവൻ ഒറ്റ ആളാ ഉത്തരവാദി. ഇവന്റെ ഈ മാനസികമായിട്ടുള്ള ഇവന്റെ പീഡനം, വൈകൃതങ്ങളും ഇവന്റെ ഈ പീഡനവും വൈകൃതങ്ങളും മാത്രമാണ് ഇവൻ മെന്റലി ടോർച്ചർ ചെയ്ത്. ചിലർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലേ, മെന്റലി ടോർച്ചർ ചെയ്ത് ഇങ്ങനെ അവൻ അതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും ഇവനെ അകത്തിടുന്ന വരെ അകത്താണ് എങ്കിലും ഒരിക്കലും പുറത്ത് വരാത്ത രീതിയിൽ ഉള്ള പൂട്ടുള്ള പണി കൊണ്ട് നിങ്ങൾ ഇറങ്ങിയേക്കും. നമ്മൾ മാക്സിമം ഇപ്പം അവർക്ക് ഞാൻ പറഞ്ഞില്ല, അവരും മൂന്ന് പേരും പോയി, ആരുമില്ല. അവർക്ക് ഒരു നീതി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പം അതിന് നമ്മളെ കൊണ്ടാവുന്നത്, എനിക്ക് എൻ്റെ ചേട്ടനെ കൊണ്ടാവുന്നതെല്ലാം എൻ്റെ ബന്ധുക്കളും നമ്മുടെ സഹായത്തിനുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. മാക്സിമം അതിപ്പോൾ അവർക്ക് ഈ മരിച്ചവർക്ക് നീതി കിട്ടും, അത്രയേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ അമ്മ, സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയൻ, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പീഡനം ഉണ്ടായിരുന്നു? അവരുടെ ഭാഗത്ത് നിന്ന് പീഡനം ഉണ്ടാകുന്ന വെച്ചാൽ ആദ്യം ഇവർക്ക് അമിതമായിട്ടുള്ള അന്ധവിശ്വാസമുള്ള ഒരു ഫാമിലിയാണ്. അന്ധവിശ്വാസം. വീട്ടിനകത്തൊക്കെ ഒരു കോവിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. പരഞ്ചര ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഇവരുടെ വീട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വീണ്ടും ഇവരുടെ ഭാഗം ഒരു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് വീട്ടിനകത്ത്, ഇവരെ കോമ്പൗണ്ടിനകത്ത് തന്നെ. അപ്പോൾ അമിതമായിട്ടുള്ള ഒരു അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അന്ധവിശ്വാസത്തിന് കുറച്ച് അടിമകളായിരുന്നു. ഈ ഗ്രീമ ആരാണെന്ന് അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞ് ഈ മെസ്സേജുകൾ വായിക്കണം കേട്ടോ. ചങ്ക് പൊട്ടിപ്പോവും. ഒരു ഭർത്താവിനോട് യാചിക്കുകയാണ്. ഇവർ തമ്മിൽ 2 മുറിയിലാണ് താമസം. ആ മുറിയിലോട്ട് ഞാനിന്ന് വന്നോട്ടെ ഉണ്ണിയേട്ടാ, ഇനി എത്ര നാളെ സംസാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ 100 കണക്കിന് മെസ്സേജ്. ഇയാൾ ഈ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്ത് കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്ത്, എന്നിട്ട് ഈ പെൺകുട്ടി രാത്രിക്ക് രാമാനം മെയിൽ അയക്കുവാണ്. അറിയാമല്ലോ, മെയിൽ അയച്ചിട്ട് ഭർത്താവിന് അയച്ചു കൊടുക്കണം, ഞാൻ ആ റൂമിലോട്ട് വന്നോട്ടെ എന്നുള്ളത്. ഒന്ന് കാണിച്ചു ചേട്ടാ, ഒന്ന് വായിച്ചോട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരുപാട് തെളിവുകളാണ്. ഉണ്ണിയേട്ടാ, ഓരോ ദിവസവും ഇഷ്ടം കൂടിക്കൂടി വരിക. അപ്പോൾ മനസ്സിൽ ഏറ്റ മുറിവ് ഒക്കെ ഉണങ്ങി തുടങ്ങി കേട്ടോ. ഇപ്പോൾ വിഷമം ഒന്നുമില്ല ഉണ്ണിയേട്ടാ. ശരി, ആ ഉണ്ണിയേട്ടാ വിളിക്കാൻ എന്തുമാത്രം ഒരു ഭംഗിയാണെന്നുള്ള. എൻ്റെ ഉണ്ണിയേട്ടനെ ഒന്ന് അടുത്ത് വേണം, അത്രേ ഉള്ള ആഗ്രഹം. ഉണ്ണിയേട്ടാ എങ്കിലും ഒന്ന് തരുമോ, പഴയതുപോലെ റൂമിലൊന്ന് കയറ്റുമോ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിനോട് യാചിക്കുക ഒരു ഭാര്യ. എനിക്ക് തന്നെ ഒരു തലവെരുക്കുന്നു. ചായ കൊണ്ടുവരാനും ചോറ് തിന്നാൻ വിളിക്കാനും വെള്ളം നിറച്ചു റൂമിൽ ചെല്ലാനും എന്നെ അനുവദിക്കുമോ, തുണിയൊക്കെ ഞാൻ മടക്കി വെച്ച് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഭാര്യ ഭർത്താവിനോട് യാചിക്കുന്ന കാഴ്ചയാണ് കണ്ടോ. ഇത് വെറുതെ പറയുന്നില്ല. ആ പെൺകുട്ടി രാത്രിക്ക് രാമാനം മെയിൽ അയച്ചതാണ് ഭർത്താവിന്. അത്രയും യാചിച്ച ഒരു പെൺകുട്ടിയോടാണ് ഈ കാടൻ ഈ കാപാലികൻ ചെയ്ത പണി എന്ന് പറയുന്നത്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചോട്ടെ. അവളുടെ റൂമിൽ കയറ്റത്തില്ല. അവള് 4 മാസത്തോളം ആ വീട്ടിൽ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് 2 റൂമിലാണ് 4 മാസമായിട്ട്. അപ്പോൾ അവൾ ഒരു മാസം ആയപ്പോഴത്തേക്ക് ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലോട്ട് മെയിൽ അയക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് റൂമിൽ കയറിക്കോട്ടെ, വെള്ളം കൊണ്ട് വെച്ചോട്ടെ, എൻ്റെ അടുത്തിരുന്ന് ആഹാരം കഴിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള മെയിലുകൾ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ വീട്ടിൽ അവൾ എന്തെല്ലാം മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അവൾ അനുഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ടും അതിലുണ്ട്. ഈ മാമൻ, ഈ ഗ്രീമയുടെ മാമൻ സൂക്ഷിച്ചേക്കുന്ന നിറച്ച് അവളുടെ യാചനകളാണ്. ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ യാചിക്കുന്ന യാചനകളാണ്. ഇങ്ങനെ ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത്. കാര്യം കണ്ണ് നനയിക്കുന്ന മെസ്സേജുകളാണ് ഇതിനകത്ത് നിറച്ചുള്ളത്. എന്തായാലും ഗ്രീമയുടെ ആത്മാവ് ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മാവനൊക്കെ രംഗത്തിറങ്ങിയിരിക്കണം. അവനെ പോട്ടണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി. ഗ്രീമയുടെയും അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ, ആ കാപാലികൻ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ വന്ന് തല കുനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരു പെൺകുട്ടിക്കും ഈ ഒരു ദുരവസ്ഥ ഉണ്ടാവില്ലെന്ന് മാത്രം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.